ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്നിവിടെ കാണിച്ചിരിക്കുന്നത് ജോർജറ്റ് സാരി ആണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച സാരിയാണ്. ഇത് ജോർജറ്റ് സാരിയിലും എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഇത് ബ്ലൗസാണ്, പ്രിൻസസ് കട്ടാണ് ഈ ബ്ലൗസ്. ബാക്ക് ഓപ്പൺ ആണ്. അപ്പം ഇത് മീറ്റർ അനുസരിച്ച് ബ്ലൗസിന് എടുത്തതാണ്. അപ്പോൾ കൈയുടെ അറ്റത്ത് കുറച്ച് നെറ്റ് കാണുന്ന രീതിയിൽ ലൈനിങ് അകത്ത് വെച്ച് അങ്ങനെയാണ് കേട്ടോ അടിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ സാരിയിൽ ഏത് കളറാണോ ആ കളർ അനുസരിച്ചാണ് ബ്ലൗസ് പീസ് തയ്ച്ചേക്കുന്നത്. നല്ലൊരു തുണിയാണ്, നല്ലൊരു കളറും കൂടിയാണ് കേട്ടോ ബ്ലൗസിന്. ഏകദേശം കളർ മാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം ലൈനിങ് വന്ന് കുറച്ച് ലൈറ്റായിട്ടുള്ള കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി ആ കളർ സെയിമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്ലൗസ് തയ്ച്ചേക്കുന്ന പ്രിൻസസ് കട്ടാണ് കേട്ടോ. സാരിക്ക് മാച്ച് ചെയ്ത ആ ഒരു തുണി തന്നെ എനിക്ക് കിട്ടിയായിരുന്നു. നെറ്റാണ്, ക്രീം കളറ് നെറ്റാണ് ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. പിന്നെ പ്രിൻസസ് കട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇത് സാരി ഓൺലൈനിൽ നിന്നാണ് വന്നത്. അപ്പം പിന്നെ ബ്ലൗസിൻ്റെ തുണിയും ലൈനിങ്ങും എല്ലാം പിന്നെ കടയിൽ പോയി വാങ്ങിച്ചത്. അപ്പം ഈ ഒരു കളറ് സാരിക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ്. പിന്നെ ആ സാരിയിൽ എംബ്രോയ്ഡറി വർക്ക് ഈ കളറും കൂടി ആയതുകൊണ്ട് സെയിം കളറിൽ തന്നെ ഞാൻ എടുത്തെന്ന്. പിന്നെ ബ്ലൗസിൻ്റെ അതേ കളറ് തന്നെയാണ് എംബ്രോയ്ഡറിയിലും സാരിയിൽ വന്നേക്കുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ അറ്റത്ത് ഇതേപോലത്തെ കുഞ്ചെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഇതാണ് വർക്ക്. അത്രയും വലിയ ഹെവി വർക്കൊന്നും അല്ല, എന്നാൽ സിമ്പിളായിട്ടുള്ള ഒരു പഴയ ഇത് മോഡൽ സാരി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പം അങ്ങനെ ഞാനിത് ഞാൻ വേറൊരു ഡ്രസ്സിനായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് വന്നത് ഇതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്താ ചെയ്യാനാ. അപ്പം ഞാനങ്ങനെ ബ്ലൗസ്, ഈ കളർ ബ്ലൗസ് പോയി എടുത്തിട്ട് പിന്നെ കുഞ്ചലുമൊക്കെ വെച്ച് പിടിപ്പിച്ചത്. അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പം സാരി സിമ്പിളായിട്ടുള്ളൊരു സാരിയാണ്. അപ്പം കുറച്ചും കൂടി എരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ കളർ തുണിയിൽ തന്നെ ബ്ലൗസ് തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനൊരു ചുരിദാറായിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് കിട്ടിയത് ഈ സാരി ആയിരുന്നു. പിന്നെ എന്താ ചെയ്യുമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ ബ്ലൗസിൻ്റെ തുണിയൊക്കെ എടുത്ത് അങ്ങനെ ചെയ്തു. പിന്നെ ഇത് ഫിഷ് കട്ടിൻ്റെ അണ്ടർ സ്കേർട്ടാണ്. ഇത് ഞാൻ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, വൈറ്റും ബ്ലാക്കും. അപ്പോൾ ഇത് ബ്ലാക്കാണ് കേട്ടോ. ഇപ്പം ഫിഷ് കട്ട് മോഡൽ അണ്ടർ സ്കേർട്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളും കാണാം. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. സെറ്റായിട്ടുള്ള കമ്മലാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്യുന്നത് ഏത് വേണമെങ്കിലും നമുക്ക് ഇടാമല്ലോ. അതിൻ്റെ കൂടെ ഗോൾഡൻ ഒരു ഷെയ്ഡ് വരുന്ന കുറേ കമ്മലാണ്, ക്രീം കളറും ഉണ്ട്. അപ്പോൾ ഇത്രയും കമ്മലുകൾ വരുന്നുണ്ടായിരുന്നു. ഇഷ്ടമുള്ള ഏത് കമ്മൽ വേണമെങ്കിലും ഇടാം. ഏറ്റവും കൂടുതൽ രസമുള്ള ആ ഒരു വൈറ്റ് കളർ മുത്ത് വരുന്ന ഒരു കമ്മലാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ കമ്മൽ എനിക്ക് കൂടുതൽ ഇഷ്ടമായി. ബാക്കിയെല്ലാം കൊള്ളാം. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് മീഷോ, ഫ്ലിപ്കാർട്ട് പോലുള്ള ആപ്പിൽ നല്ല വിലക്കുറവുണ്ടായിരുന്നു. ഐറ്റംസ് എല്ലാം നല്ല വെറൈറ്റി മോഡലും കിട്ടും. അപ്പം ഇതിപ്പോൾ 6 വരുന്ന ഒരു സെറ്റാണ് കേട്ടോ.
സോറി 5 വരുന്ന സെറ്റാണ്. ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കമ്മൽ. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു മോതിരം, ബ്ലാക്ക് സാരിയുടെ കൂടെ ഉടുക്കാൻ പറ്റിയ നല്ലൊരു മോതിരം. നമുക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ടൊരു ഗോൾഡൻ കളർ കമ്മലാണ് കാണിക്കുന്നത്. ഇതും അതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇത് മാല. ഈ മാല ഒരു സിൽവർ കളർ വരുന്ന മോഡലാണ് കേട്ടോ. നല്ല മാലയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പൂവിൻ്റെ ഒരു ആകൃതിയിലാണ് വരുന്നത്. ചെറുത് 3 സൈസിൽ അവർ വരുന്നുണ്ടായിരുന്നു ആ മാല. നല്ലൊരു മാലയാണ് ഇത്. ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ലൊരു തിളക്കമുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ഈ സാരിയുടെ കൂടെ ഞാൻ ഈ മാലയാണ് യൂസ് ചെയ്തത്. നല്ലൊരു മാലയാണ്. ഇതിൻ്റെ പല മോഡൽസും വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ മാല ഇഷ്ടപ്പെട്ടു. ഇത് ചെറുതും വലുതും ഒക്കെ ആക്കാം. ബാക്കിൽ റബ്ബർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നീളം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഓൺലൈനിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സാരിയുടെ മാച്ച് ചെയ്യുന്ന ഞാനൊരു ബട്ടർഫ്ലൈ മോഡലാണ്. നമ്മൾ ഹെയറിൽ കുത്താൻ പറ്റിയ നല്ലൊരു സ്ലൈഡും കൂടിയാണത്. ബട്ടർഫ്ലൈ മോഡലാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇടാൻ പറ്റിയ നല്ലൊരു 2 വളയും കൂടി ഉണ്ടായിരുന്നു. ആ ഒരു കളറ് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു കളറ് തന്നെ നമ്മൾ ബ്ലൗസിലും വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 1 ഗ്രാം നമ്മൾ വാങ്ങിക്കത്തില്ല, അതാണ്. ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ബാഗും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബാഗ് പിന്നെ ഇതിൻ്റെ വള്ളി ഇല്ലാതെ നമുക്ക് വെറും കയ്യിൽ മാത്രമായിട്ട് പിടിക്കാൻ പറ്റും. അപ്പം സാരിയുടെ മാച്ച് ചെയ്യുന്നൊരു നല്ലൊരു ബാഗും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു, ബൈ.